മാളവികേ, ആരതി. രക്ഷപ്പെട്ടു. ആരതി പെണ്ണ ശബ്ദം ഉണ്ടാക്കരുത്. മാളവികേ, നീ ആരതി അടിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ സാക്ഷാൽ ശ്രീകൃഷ്ണനെയാണ് ഞാൻ കാണുന്നത്. ഈ വീട്ടിൽ അവതരിക്കാൻ സമയമായി എന്ന് എന്നോട് പറയും പോലെ. അതേടി, ഈ വീട്ടിൽ ആൺകുഞ്ഞു പിറക്കാൻ പോകുന്നു. എന്റെ ഗുരുവായൂരപ്പ. അമ്മ ഇങ്ങനെ കഥ അറിയാതെ ആട്ടം കാണരുത്. അപ്പൂപ്പൻ പറയുന്നത് അമ്മ ഇങ്ങനെ കണ്ണുമടച്ച് വിശ്വസിക്കരുതെന്ന്. അച്ഛൻ പറഞ്ഞിട്ട് ഇതുവരെ എന്താടാ തെറ്റിട്ടുള്ളത്? തേക്ക് മോട്ടിച്ചത് അച്ഛനാണെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ആയുധവുമായിട്ട് ബന്ധമുള്ള ഒരാളാണെന്നേ പറഞ്ഞുള്ളൂ. ബാലുവിന് എന്താ ആയുധവുമായി ബന്ധം? അവൻ എന്താ ബോഫേഴ്സ് ഇടപാട് നടത്തിയോ? അപ്പൂപ്പ ആണാണെന്ന് പറഞ്ഞ കുട്ടി ആണാകണമെന്നില്ല. അതറിയാൻ വേറൊരു മാർഗമുണ്ട്. സ്കാനിങ്. എന്ന് വെച്ചാ എന്താ? സ്കാനിങ് എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്നതിന് മുമ്പ് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ടിവിയിൽ കാണാൻ പറ്റും. ടിവിയിലോ? അയ്യോ, കൊച്ചമ്മയ്ക്കത് അറിഞ്ഞൂടെ? ഇപ്പൊ അങ്ങനെ ഒരു ടിവി ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞു വിടറാ ധാരണക്കുട്ടി. കൊച്ചമ്മ കേട്ടിട്ടില്ലേ? ഇല്ല. അതാണ് കേബിൾ ടിവി. ഇത് ഡോക്ടർമാരുടെ അടുത്തുള്ള ടിവിയാ. അവൾ അവിടെ കൊണ്ടുപോയ വിവരം ഉടനെ അറിയാം. വെറും 500 രൂപ പോലും ആവില്ല. എന്തിനാണ് 500 രൂപ? കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ. അതറിയണമെങ്കിൽ ഷഡ്ഡി ഊരി നോക്കിയാ പോരടാ മണ്ടന്മാരെ. വെറുതെ കാശ് കളയണോ? അച്ഛാ, വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ കാര്യമാ പറയുന്നത്. അമ്മയ്ക്ക് അറിയണമെങ്കിൽ പറ. ഈ നിമിഷം നമുക്ക് അവളെ കൊണ്ടുപോവാം. അറിയണം. അങ്ങനൊന്നും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കിച്ചേക്കാം. വലിയേട്ടനും കൊച്ചേട്ടനും കൂടി അമ്മയെ ശരിക്കും സോപ്പിടുന്നുണ്ടല്ലോ. എന്താ കാര്യം? മോനെ ബാലു, നമുക്ക് അമ്പിയം കൊണ്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോവാം. അവക്കൊന്നും ഉണ്ടായിട്ടല്ല. ഡോക്ടറെ അടുത്ത് പോയി ഏതാണ്ടൊരു കുന്ത്രാണ്ടം ചെയ്ത കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് അറിയാവുന്നതാ ഇവന്മാര് പറയുന്നു. സ്കാനിങ്. എന്തിന്? സ്കാനിങ് ഒന്നും വേണ്ട, അതൊക്കെ കേടാ. കേടാണെങ്കിൽ കേടില്ലാത്ത സ്കാനിങ് മെഷീൻ വേറെ ഉണ്ടല്ലോ. അതുള്ള ആശുപത്രി കൊണ്ടുപോയി നോക്കണം. നമുക്കൊന്നു പോയി നോക്കാടാ. എങ്കിൽ ചെന്ന് നോക്കിയേക്കടാ. കുട്ടിയുടെ പൊസിഷൻ കൂടി അറിയാമല്ലോ. വേഗം പോയി അവളെയും കൂട്ടി കൊണ്ടുവാ. ഇപ്പോഴോ? ഇപ്പോഴൊന്നും പറ്റില്ല. വേണമെങ്കിൽ നാളെ പോവാം. നാളെ എനിക്ക് ഒഴിവില്ല. കോടതി പോണം. നാളെ 12 വരും. എനിക്ക് റേഷൻ കടയിൽ പോണം. ചേടാ, ഇത് വലിയ പുലിവാലായല്ലോ. എന്റെ ഭാര്യയെ സ്കാൻ ചെയ്യിക്കാൻ ഞാൻ ഒരാൾ മാത്രം കൂടെ പോയാ പോരെ? എൽസമ്മ കുര്യാക്കോസ്. ചേച്ചി റിസൾട്ട്. ഇത് ഭർത്താവായിരിക്കും അല്ലേ? കുര്യാക്കോസ് ഏട്ടൻ. കുര്യാക്കോസ് നിന്റെ മറ്റേ ഒരു മനുഷ്യനെ ക്ഷമ എടുത്തത്. അംബിക ബാലേന്ദ്രൻ റിസൾട്ട് എടുക്കണോ? സോറി, മാറിപ്പോയി. അംബിക ചേച്ചിയാണല്ലേ? കോളടിച്ചല്ലോ. ചേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ പെൺകുഞ്ഞ. ഒന്നും കൂടെ നോക്കിക്കേ. ഇനി നോക്കാൻ ഒന്നുമില്ല ചേട്ടാ. പെൺകുഞ്ഞ് തന്നെ. സന്തോഷായില്ലേ?